ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് നമ്മൾ ബിരിയാണി ആക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ചിക്കനിലേക്ക് നമ്മൾ മസാലകളൊക്കെ പറ്റിയിട്ട് ചിക്കൻ നമ്മളൊരു 5 മണിക്കൂറെങ്കിലും ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൈസ് നമ്മൾ പകുതി വേവിച്ചിട്ട് ആ റൈസിന്റെ കൂട്ടത്തിൽ ഇട്ടിട്ട് നമ്മൾ ചിക്കൻ നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 1 കിലോ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഈ ബസ്മതി റൈസ് ഞാൻ ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് ഞാൻ കുതിർത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ ആ റൈസ് വേവിച്ചെടുക്കണം ആ വെള്ളത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മസാലകൾ വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ കഷ്ണം കറുകപ്പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് വളരെ കുറച്ച് എടുത്താൽ മതി. ഞാനിവിടെ ഒരു 6 കുരുമുളക് എടുത്തിട്ടുണ്ട്, 7 ഏലക്കായ, ഒരു തക്കോലം, ഒരു 5 കറുകപ്പട്ട. ആ റൈസ് വേവിക്കുന്ന വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ മസാലകളും കുറച്ച് എണ്ണയും ആ റൈസ് വേവിക്കാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ആ വെള്ളം നമ്മൾ ഒന്നുകൂടി നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ റൈസ് ചേർക്കും. ഈ റൈസ് നമ്മൾ 2 സ്റ്റെപ്പായിട്ട് നമ്മൾ റൈസ് നമ്മൾ വേവിച്ചെടുക്കുക. ആ റൈസിൻ്റെ ഏറ്റവും തള വരുമ്പോൾ തന്നെ ഇതിനകത്ത് പകുതി റൈസ് നമ്മൾ മാറ്റിയെടുക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള റൈസ് നമ്മൾ 2 മിനിറ്റ് കൂടി പിന്നെ വേവിക്കും. അതെന്തിനാണ് നമ്മൾ അതിൻ്റെ റൈസ് നമ്മൾ 2 സ്റ്റെപ്പായിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ ബിരിയാണി നമ്മൾ ദമ്മാക്കി എടുക്കുമ്പോൾ പാത്രത്തിലേക്ക് നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ചിക്കൻ ഇട്ടും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റൈസ് ഇടുക. അപ്പോൾ ആ ചിക്കൻ്റെ മുകളിലേക്ക് നമ്മൾ ഏറ്റവും ആദ്യം ഇടുന്ന റൈസ് നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ഊറ്റിയെടുത്ത വേവ് കുറഞ്ഞ റൈസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ രണ്ടാമത് ഊറ്റിയെടുത്ത കുറച്ചും കൂടി വേവ് കൂടിയ റൈസ് എടുക്കും. അങ്ങനെ നമ്മൾ ചിക്കൻ ബിരിയാണി നമ്മൾ ദമ്മാക്കി എടുക്കുമ്പോൾ എല്ലാ റൈസും നമുക്ക് ഒരേപോലെ നമുക്ക് വെന്ത് കിട്ടും. അല്ലെങ്കിൽ എല്ലാ റൈസും നമ്മൾ ഒരേ ഇതിനകത്ത് നമ്മളത് ഊറ്റിയിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും അടിയിൽ കിടക്കുന്ന റൈസ് ചിലപ്പോൾ കൂടുതൽ വെന്ത് പോകും. ഇനി നമുക്ക് ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് 1 കിലോ ബസ്മതി റൈസ് എടുക്കുമ്പോൾ 2 കിലോ ചിക്കൻ എടുക്കുക. ഈ ചിക്കനിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വേണ്ട മസാലകൾ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് ചേർത്താൽ മതി. മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണിയുടെ കളർ നമുക്ക് ശരിക്കും കിട്ടില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ മുളക് പൊടി, അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും തുല്യ അളവിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് തൈര്. ഞാനിവിടെ അധികം പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, പിന്നെ മല്ലിയില, പുതിനയില, പിന്നെ ഒരു 1/4 കപ്പ് ഓയിൽ, പിന്നെ പച്ചമുളക് ഞാനിങ്ങനെ കുറച്ച് വലിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് സവോള വറുത്തെടുത്തത്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 5 വലിയ സവോള നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ട് എണ്ണയിൽ എടുത്തിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നെയ്യും വേണം. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് ചിക്കനിലേക്ക് നമ്മൾ മസാലകളൊക്കെ പറ്റിയിട്ട് നമുക്ക് ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ചിക്കനിലേക്ക് നമുക്ക് മസാലകൾ പറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാൻ എടുക്കുക. ഇതിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് ചിക്കൻ ചേർക്കാം. ഈ ചിക്കനിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ലെമൺ ജ്യൂസ് ചേർക്കാം. എന്നിട്ട് ലെമൺ ജ്യൂസ് ചേർത്ത് കഴിഞ്ഞിട്ട് ഈ ചിക്കൻ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആദ്യം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഏറ്റവും ആദ്യം തന്നെ നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം, മുളക് പൊടി ചേർക്കാം, മഞ്ഞൾപ്പൊടി ചേർക്കാം, ഗരം മസാല ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം, തൈര് ചേർക്കാം. ആ തൈര് ചേർക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വെള്ളം പോലെ ഇരിക്കുന്ന തൈരും ചേർക്കരുത്, കുറച്ച് നല്ല തിക്കായിട്ടുള്ള തൈര് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ തൈരൊക്കെ ചിക്കൻ്റെ എല്ലാ സ്ഥലത്തേക്കും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. ഇത് മുഴുവനും ചേർക്കണ്ട, ഇതിനകത്തുനിന്ന് ഒരു 3/4 ഭാഗം നമുക്കിപ്പോൾ ചേർക്കാം. ബാക്കിയുള്ളത് നമുക്ക് ബിരിയാണി നമുക്ക് ദമ്മാക്കുമ്പോൾ അതിലേക്ക് ചേർക്കാം. സവോള വറുത്തത് ചേർക്കാം. ആ സവോള വറുത്തത് ചേർക്കുമ്പോൾ മുഴുവനും ചേർക്കണ്ട, 3/4 ഭാഗം മാത്രം ചേർത്താൽ മതി. ബാക്കിയുള്ളത് നമുക്ക് ബിരിയാണി നമുക്ക് ദമ്മാക്കുമ്പോൾ അതിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം, ഓയിൽ ചേർക്കാം, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ചിക്കനിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ നമുക്ക് ഒരു 5 മണിക്കൂറെങ്കിലും നമുക്ക് ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തലേ ദിവസം നമുക്ക് വേണമെങ്കിൽ ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം കുറച്ച് കൂടുതൽ വേണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റൈസ് നമുക്ക് വെള്ളത്തിൽ നിന്ന് നമുക്ക് ഊറ്റിയെടുക്കുകയാണ് വേണ്ടത്. നമുക്ക് ഈ വെള്ളം നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. നമ്മുടെ റൈസ് വേവിക്കാനുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ആ വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കണം. ഉപ്പ് വെള്ളത്തിൽ കുറച്ച് കൂടി നിൽക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ആ റൈസ് വെന്ത് കഴിഞ്ഞ് വരുമ്പോൾ ആ റൈസിലേക്ക് ഉപ്പ് ശരിക്കും പിടിക്കുള്ളൂ. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ചേർക്കാം. എണ്ണ വളരെ കുറച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് ഗരം മസാലകൾ ചേർക്കാം. ഞാൻ ഗരം മസാലയൊക്കെ വെള്ളത്തിൽ കിടന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിലേക്ക് റൈസ് ചേർക്കാൻ വേണ്ടിയിട്ട്. ഗരം മസാലയ്ക്ക് വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റൈസ് ചേർക്കാം. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് നിന്ന് നമ്മൾ പകുതി റൈസ് എടുത്തിട്ട് നമുക്ക് മാറ്റണം. ഇപ്പം നമ്മുടെ റൈസ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നിന്ന് നമുക്ക് പകുതി റൈസ് എടുത്തിട്ട് നമുക്കിപ്പോൾ മാറ്റാം. ഇനി ബാക്കിയുള്ള റൈസ് നമുക്ക് 2 മിനിറ്റ് കൂടി നമുക്കൊന്ന് തിളപ്പിക്കാം. ബാക്കിയുള്ള റൈസും ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഈ റൈസും കൂടി നമുക്ക് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. 2 സ്റ്റെപ്പായിട്ട് നമ്മൾ റൈസ് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ബിരിയാണി നമുക്ക് ദമ്മാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കുക. ഈ പാത്രത്തിന് കറക്റ്റ് അളവിൽ പാകമാവണ അടപ്പനും വേണം. എന്നിട്ട് നമ്മൾ ആ അടപ്പൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ മാവ് കുഴച്ചെടുത്തിട്ട് ആ പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ എല്ലാ സ്ഥലത്തും ആ മാവ് നമ്മൾ പിടിപ്പിക്കും. എന്നിട്ട് ഈ പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് അടപ്പ് നന്നായിട്ട് നമ്മൾ സീൽ ചെയ്ത് നമ്മൾ അടയ്ക്കും. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് നമുക്ക് ഏറ്റവും തന്നെ നമുക്ക് ചിക്കൻ ചേർക്കാം. നമ്മൾ കൈ കൊണ്ട് ഈ പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും നന്നായിട്ട് പരത്തണം. പാത്രത്തിൻ്റെ അടിയിൽ ചിക്കൻ്റെ പീസുകൾ ശരിക്കും മുട്ടി നിൽക്കണം. ഈ ചിക്കൻ്റെ മുകളിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ ഊറ്റിയെടുത്ത റൈസ് ചേർക്കാം. നമ്മൾ ആ വേവ് കുറഞ്ഞ റൈസാണ് ഏറ്റവും ആദ്യം ചേർക്കാൻ വേണ്ടിയിട്ട് പോണത്. ആ റൈസ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. റൈസ് നമുക്കൊന്ന് ലെവലാക്കി കൊടുക്കാം. ഈ റൈസിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കുറച്ച് വറുത്ത സവാളയും ചേർക്കാം. ഇനി നമുക്ക് എസൻസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നമുക്ക് പൈനാപ്പിളിൻ്റെ എസൻസോ അല്ലെങ്കിൽ റോസ് വാട്ടറോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. കുറച്ച് സവാള വറുത്ത് ചേർക്കാം. ഇനി നമുക്ക് നമ്മൾ രണ്ടാമത് വേവിച്ചെടുത്ത റൈസ് ചേർക്കാം. അത് നമ്മൾ വേവ് കൂടിയ റൈസാണ് നമ്മൾ ചേർക്കുന്നത്. ഈ റൈസ് നമുക്കൊന്ന് ലെവലാക്കി കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. വറുത്ത് വെച്ചേക്കണം സവോള ചേർക്കാം. ഇനി നമുക്ക് റൈസിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കാം. ഇനി ഞാൻ ഇതിലേക്ക് പൈനാപ്പിളും കൂടി ചേർക്കുന്നുണ്ട്. അത് നമുക്ക് പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം.
അല്ലെങ്കിൽ നമുക്ക് എസൻസിൻ്റെ ടേസ്റ്റിന് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് പൈനാപ്പിളിൻ്റെ എസൻസോ അല്ലെങ്കിൽ റോസ് വാട്ടറോ നമുക്ക് ചേർക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പൈനാപ്പിൾ ചേർക്കാം. ഇനി നമുക്ക് ബിരിയാണി കുറച്ചും കൂടി നല്ല കളർഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ് കളർ നമുക്ക് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറേശ്ശെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബിരിയാണി നമുക്ക് ദമ്മാക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിൻ്റെ അടപ്പൻ നമ്മളിങ്ങനെ കമത്തി വയ്ക്കാം. കമത്തി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചപ്പാത്തിക്ക് നമ്മൾ ഗോതമ്പൊടി കുഴച്ചെടുക്കുന്ന പോലെ ഗോതമ്പൊടി നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാ സൈഡിലും ആ ഗോതമ്പൊടി പിടിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടപ്പൻ നമ്മൾ കമത്തി വെച്ചിട്ട് ഇങ്ങനെ മൂടും. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് മൂടണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീം ഒട്ടും പുറത്തേക്ക് പോകരുത്. ഞാനിവിടെ ഗോതമ്പൊടി നന്നായിട്ട് കുഴച്ചിട്ട് ഇതേപോലെ കുറച്ച് നീളത്തിന് ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടപ്പൻ്റെ ഈ സൈഡിൽ കൂടെ ഇതിങ്ങനെ പിടിപ്പിച്ചു കൊടുക്കുക. ഇത് നമുക്ക് അടപ്പൻ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് ഈ പാത്രം നമുക്ക് സീൽ ചെയ്യാം. നന്നായിട്ട് ടൈറ്റിൽ പ്രസ് ചെയ്യണം. ഏറ്റവും ആദ്യം തന്നെ നമുക്ക് തീ ഓണാക്കിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാം. അതായത് ഈ പാത്രത്തിൻ്റെ അടപ്പനൊക്കെ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തവയുടെ മുകളിലേക്ക് നമ്മൾ ഈ പാത്രം എടുത്ത് വെക്കണം. ഈ തവയുടെ മുകളിലേക്ക് നമ്മൾ ഈ പാത്രം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 45 മിനിറ്റ് നമ്മൾ വേവിക്കണം. ആ 45 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഈ ഗോതമ്പൊടിയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമുക്ക് തീ ഓണാക്കാം. നമ്മുടെ പാത്രത്തിൻ്റെ അടപ്പൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി പാത്രം എടുത്തിട്ട് നമുക്ക് ഈ തവയുടെ മുകളിലേക്ക് വെക്കാം. ഇനി നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 45 മിനിറ്റെങ്കിലും നമ്മളിത് വേവിക്കണം. ആക്കാൻ വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ബിരിയാണി ദമ്മായിട്ടുണ്ട്. ഈ ബിരിയാണി നമ്മൾ ദമ്മാക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 50 മിനിറ്റായി. ഈ ഗോതമ്പൊടി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് തുറക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഏട്ടായും തന്നെ ഈ ഗോതമ്പൊടിയൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിൽ നിന്ന് മാറ്റാം. റൈസൊക്കെ നല്ല കറക്റ്റ് പാകത്തിൽ വെന്തിട്ടുണ്ട്. ഒട്ടും ഉടഞ്ഞൊന്നും പോയിട്ടില്ല. നമുക്ക് ഇതിൻ്റെ അടിയിൽ നിന്ന് ചിക്കൻ നോക്കാം. ഈ ചിക്കൻ്റെ പീസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ദം ചെയ്തെടുത്ത് റെഡി ആയിട്ടുണ്ട്. ആ ബിരിയാണി നമ്മൾ ദം ചെയ്തെടുക്കുമ്പോൾ ചിക്കൻ നമ്മൾ പാത്രത്തിൻ്റെ ഏറ്റടിയിലാണ് എടുക്കുന്നത്. എന്നാലും ആ ചിക്കൻ ഒട്ടും അടിയിലും പിടിക്കുകയില്ല. ആ ചിക്കൻ നമുക്ക് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ റൈസ് ആയിരുന്നാലും ഒട്ടും ഉടഞ്ഞു പോയിട്ടില്ല. നല്ല കറക്റ്റ് പാകത്തിന് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സവോള നമ്മൾ എണ്ണയിലിട്ട് നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കണം. അതിന് മാത്രമേ നമുക്ക് കുറച്ച് സമയം നമുക്ക് ആവശ്യമുള്ളൂ.